പെട്ടെന്ന് ഇങ്ങനെ മറിഞ്ഞിട്ട് വീണു. 4ാം ക്ലാസ്സിൽ ഞാൻ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ, ബാക്കി 5 അങ്ങനെ എല്ലാ ക്ലാസ്സിലും. എന്താ സംഭവിച്ചെന്ന് അറിയാവോ? സ്പീഡില് വിടാറുള്ളത്. അന്നേരം പെട്ടെന്ന് ഒരു കുന്നിണ്ടായിരുന്നു, ഇതാകുമ്പോ പെട്ടെന്ന് നമ്മളിങ്ങനെ ബസ്സിലായി വീണതാ. ഇങ്ങനെ അംഗൻവാടിയും തീർന്ന് ഇങ്ങനെ കീഴ് വരുമ്പോ പെട്ടെന്ന് ഇങ്ങനെ മറിഞ്ഞിട്ട് വീണു. ഈ ഡ്രൈവർ അങ്കിൾ ഇതുപോലെ സ്പീഡിലാണോ എടുക്കാറ്? വേറെ കൂടെയുള്ളവരൊക്കെ മോളുടെ ക്ലാസ്സിൽ തന്നെ ഉള്ളവരാണോ? അല്ലെങ്കിൽ 4ാം ക്ലാസ്സിൽ ഞാൻ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ, ബാക്കി 5 അങ്ങനെ എല്ലാ ക്ലാസ്സിലും. ആണല്ലേ? ഈ ഡ്രൈവർ അങ്കിൾ എല്ലാ ദിവസവും വരുന്ന ഡ്രൈവർ ആണോ? അല്ലെങ്കിൽ ഇടക്കിടക്ക് ലീവ് ആവുന്നുണ്ട്. അങ്ങനെ ഒരു ഏട്ടനുണ്ട്, ആ ഏട്ടൻ മല്ലേ പോലും. ഈ ഡ്രൈവറുടെ പേര്, അങ്കിളുടെ പേര് അറിയോ? നിസാം. അല്ലേ? എന്ന് ആയ ഉണ്ടായിരുന്നോ കൂടെ? അപ്പൊ അവർക്കൊക്കെ പരിക്ക് പറ്റിയിട്ടുണ്ടോ? അറിയില്ല. ഈ വാവയെ സംബന്ധിച്ച കൈക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ്. മോള് തന്നെ പറയുന്നുണ്ട്, ഭയങ്കര വേഗതയിലായിരുന്നു ആ വാഹനം ഉണ്ടായിരുന്നത്, പതിവ് പോലെ അല്ല. ഹലോ ഗൈസ്, ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം നമ്മൾ ഒരു വീഡിയോ ഓൾറെഡി പണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, സംസാരിച്ചിട്ടുണ്ടായിരുന്നു. വാഹന അപകടങ്ങൾ അത് 2024 ചെയ്തത്, ഡിസംബറിൽ. കാരണം അന്ന് 2-3 കേസുകൾ, ഒന്നല്ല 2-3 കേസുകൾ, അപകടങ്ങൾ നിരന്തരമായിട്ടൊരു മാസം സംഭവിച്ചത് കൊണ്ടാണ് ഞാൻ അങ്ങനെ വീഡിയോ ചെയ്തത്. അപ്പോൾ 2025 അങ്ങനെ ഒന്നും ഉണ്ടാവരുത് എന്ന് വിചാരിച്ച വർഷമാണ്. പക്ഷേ ഒന്നാമത് തന്നെ അത് സംഭവിച്ചു. നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണും, കണ്ണൂർ നടന്ന അപകടം. ഒരു സ്കൂൾ ബസ്, ചിന്മയ സ്കൂൾ ബസ്സാണ്. ആ സ്കൂൾ ബസ് നിങ്ങളെല്ലാവരും വീഡിയോ കണ്ടു കാണും. ആ ബസ് ഓടി വന്ന് അങ്ങ് മറിയാം, പിന്നെയും മറിയാം. അതാണ് ആ വീഡിയോ, ഞാൻ കണ്ട വീഡിയോ അതാണ്. CCTV കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട് ആ ബസ്സിൻ്റെ വരവും മറിയുന്ന ആ സീനെല്ലാം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പോലും ഭയാനകം എന്ന് പറഞ്ഞാൽ ഭയാനകം. ഒരുപാട് അപകടങ്ങൾ ആ ബസ്സിൽ ഉണ്ടായിരുന്ന കുട്ടികൾ, 10-20 പേർക്ക് പരിക്കുണ്ട്, ഒരു കുട്ടി മരിച്ചു. മാത്രമല്ല, ആ നടപ്പാതയിൽ ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വേറെ വാഹനങ്ങൾ പോകുന്നുണ്ടായിരുന്നെങ്കിൽ വേറെയും അപകടം ഉണ്ടായേനെ. ഒരുപാട് പേർക്ക് വലിയ അപകടം ഉണ്ടായേനെ. അപ്പോൾ വളരെ സിമ്പിളായിട്ടാണ് ഇതിനെ ചില ആൾക്കാർ കാണുന്നത്, ഈ അപകടത്തെ. ഒന്ന് സ്കൂൾ അധികൃതർ, രണ്ടാമത്തത് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് ആൾക്കാർ, മൂന്നാമത് ഇത് ഓടിക്കുന്ന ഡ്രൈവർ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഡ്രൈവർമാർ എന്ന് പറയുന്നത്. ഞാൻ തുറന്നായിട്ട് സംസാരിക്കുകയാണ്. കാരണം ഈ അപകടത്തിൻ്റെ പിന്നിൽ ഉത്തരവാദികൾ ഒരാളല്ല, പല ആൾക്കാരുമാണ്. ഓക്കെ, നമ്മളെല്ലാവരും റോഡ് എന്ന് പറയും. റോഡിൻ്റെ പ്രശ്നം ഉണ്ടാവാം. ഓക്കെ, പക്ഷേ ഇതിൽ പല ആൾക്കാരും ഉത്തരവാദികളാണ് ഇങ്ങനെ അപകടത്തിൽ. 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന 11 വയസ്സുള്ള നിത്യ എസ് രാജേഷ് എന്ന കുട്ടി മരണപ്പെട്ടു ഈ അപകടം കൊണ്ട്. ഓക്കെ, ആ കുട്ടിയുടെ ടീച്ചേഴ്സ് പറയുന്ന കാര്യങ്ങളുണ്ട്. ഈ കുട്ടി സ്കൂൾ വിട്ട് വീട്ടിലോട്ട് പോകുന്നതിൻ്റെ മുമ്പ് ന്യൂ ഇയർ പ്രമാണിച്ച് ഇവർ കേക്ക് കട്ട് ചെയ്ത് എല്ലാവരും കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ കുട്ടി കൊണ്ടുപോയി ഒരു പീസ് കേക്ക് വീട്ടിൽ കൊച്ചിനെയും കാത്തിരിക്കുന്ന മാതാപിതാക്കൾക്ക് കേൾക്കുന്ന വാർത്ത എന്താണ്? ഇങ്ങനത്തെ ഓരോ വാർത്തകളാണ്. സ്കൂൾ വിട്ട് വരുന്നത് കാത്തിരിക്കുന്ന മാതാപിതാക്കൾക്ക് ഇപ്പോൾ പേടിയാണ്, തൻ്റെ മക്കൾക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളത്. കാരണം വീട്ടിലോട്ട് വരുന്നതിന് മുമ്പാണ് ഇതുപോലത്തെ സംഭവങ്ങൾ നടക്കുന്നത്. ഇതിന് മുമ്പ് നടന്ന കേസുകൾ അങ്ങനെയാണ്, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇവിടെ കാര്യമായിട്ട് പറയുകയാണെങ്കിൽ ഇവിടെ ഉള്ള മിസ്റ്റേക്ക് പല ആൾക്കാരുടെയാണ്. ഒന്ന്, സ്കൂൾ അധികൃതർ. ഈ വാഹനത്തിൻ്റെ കാലാവധി കഴിഞ്ഞതാണ്, 1 മാസം എങ്ങാനും മുമ്പ് കാലാവധി കഴിഞ്ഞാണ്. പിന്നെ എന്താ ഗവൺമെൻറ് നീട്ടി എന്നൊക്കെ പറയുന്നു. എന്ത് നീട്ടി? പേപ്പറിലെല്ലാം നീട്ടി എന്ന് പറഞ്ഞിട്ട് വാഹനത്തിന് അത് ബാധിക്കുമോ? ഇത്രയും ലോ ക്വാളിറ്റി വണ്ടി. പിന്നെ കുട്ടികളെ കുത്തി നിറച്ച് കൊണ്ടുപോകുന്ന സംഭവം. പണ്ട് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഏതെങ്കിലും ലോക്കൽ വണ്ടികൾ ഇവർ കുറഞ്ഞ വിലക്ക് എടുത്തിട്ട് അതിൽ നിന്ന് കുട്ടികളെ കുത്തി നിറച്ച് കൊണ്ടുപോകും. ഞങ്ങൾ ഇട്ടിരുന്ന പേരെന്താണെന്ന് അറിയാം, പറക്കും തളികാണ്. കാരണം അങ്ങനെയായിരുന്നു ബസ്സിൻ്റെ അവസ്ഥ. അത് എപ്പോൾ വേണമെങ്കിലും അപകടത്തിലാവാം. അതുപോലെ ഞാൻ പഠിച്ച കോളേജിൽ തന്നെ പണ്ട് ഇതുപോലെ അപകടം നടക്കുകയും ബസ് മറിയുകയും ചെയ്ത് ഒരു ഡ്രൈവർ മരണപ്പെടുകയും ചെയ്തതിൻ്റെ അങ്ങനെ കുറേ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഈ ബസ്സിൻ്റെ ഭാഗത്ത്, ലോ ക്വാളിറ്റി ബസ്, ഇതിൻ്റെ കാര്യങ്ങളൊന്നും നോക്കാത്തതുകൊണ്ട് സ്കൂൾ അധികൃതർ ഉള്ള മിസ്റ്റേക്ക്. പിന്നെ ഡ്രൈവർമാരെ വെക്കുമ്പോൾ അത്യാവശ്യം ക്വാളിറ്റിയുള്ള ആൾക്കാരെ വെക്കുക.
തോന്നുമ്പോൾ അങ്ങനെ ആളെ മാറ്റി. ഇതിപ്പോൾ ഇയാൾ തന്നെ വല്ലപ്പോഴും വരുന്ന ആളാണെന്നാണ് പറഞ്ഞു കേൾവി. അങ്ങനെ ആളെ വെക്കരുത്. ലൈസൻസ് കറക്റ്റായിട്ടുള്ള ആളായിരിക്കണം, മദ്യപാനം ഇല്ലാത്ത ആളായിരിക്കണം. അതുപോലെ ഫോൺ ഉപയോഗിക്കാത്ത, ഈ ഡ്രൈവിങ് സമയത്ത് ഫോൺ ഉപയോഗിക്കുക, ഇതൊക്കെ ശ്രദ്ധിക്കണം. ഇതൊക്കെ പല ആൾക്കാരും ശ്രദ്ധിക്കേണ്ട കേസാണ്. ഇതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം ഒരു ഡ്രൈവറെ അപ്പോയിൻറ്റ് ചെയ്യാൻ. പിന്നെ ഡ്രൈവർ നിസാമുദ്ദീൻ പറഞ്ഞ ഡ്രൈവറാണ്. പുള്ളിയുടെ ഭാഗം ക്ലിയർ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പുള്ളിയുടെ ഭാഗം ക്ലിയർ ആക്കിയാൽ ഞാൻ ഭയങ്കര സ്പീഡ് കൊണ്ടല്ല, വണ്ടീൻ്റെ കുഴപ്പമാണ് എന്നൊക്കെയാണ് പുള്ളി പറയുന്നത്. വണ്ടീൻ്റെ കുഴപ്പം കൊണ്ടാണ്. പക്ഷെ വണ്ടി വരവ് നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാം എന്ത് സ്പീഡിലാണ് ആ വണ്ടി വരുന്നത്. പുള്ളി പറയുന്നത് കൺട്രോൾ പോയി സ്പീഡിൻ്റെ കാര്യമൊക്കെ പറയില്ല, കൺട്രോൾ പോയി ബ്രേക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, പക്ഷേ ഇത് തീർത്തും മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് എതിർക്കുന്നുണ്ട്. കാരണം അവരെ ഭാഗം ക്ലിയർ ആക്കുന്നുണ്ട്. കാരണം അങ്ങനെയാണല്ലോ, രണ്ട് കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും സൈഡ് പിടിക്കുകയാണ്, അവരെ സൈഡ് ക്ലിയർ ആക്കുകയാണ്. ഓക്കെ, മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് അവരെ ഭാഗം ക്ലിയർ ആയിക്കൊണ്ട് പറയുന്നു ഇത് ഡ്രൈവറുടെ ഭാഗത്തുള്ള മിസ്റ്റേക്കാണെന്ന്. ഡ്രൈവർ പറയുന്നു ഇത് വണ്ടിയുടെ മിസ്റ്റേക്കാണെന്ന്. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ നിസാമുദ്ദീൻ വാട്സപ്പിൽ ഒരു സ്റ്റാറ്റസ് ഇടുന്ന സമയം, ഈ അപകടം നടക്കുന്ന സമയം ഒരുപോലെയായിരുന്നു. അപ്പം അതെന്താണെന്നുള്ളതാണ് ഞാൻ അടുത്തത് ചോദിക്കുന്നത്. ഈ വാട്സപ്പ്, ഈ ആഘോഷങ്ങളുടെ കാര്യം എന്തോ വാട്സപ്പിലുണ്ടൊക്കെ അത്യാവശ്യമുള്ള സംഭവമായിരുന്നു ഈ വണ്ടി ഓടിക്കുന്ന നേരത്ത്. അതൊക്കെ ഓടിക്കഴിഞ്ഞിട്ടൊക്കെ ഇട്ടാൽ പോരെ. ആ സമയത്ത് നിയന്ത്രണം നഷ്ടപ്പെടാം, എല്ലാം സംഭവിക്കാം. ഒരു ഫോൺ കോൾ മതി. അതുപോലെ തന്നെ പല ഡ്രൈവർമാർക്കുള്ള സ്വഭാവമാണ് വണ്ടി ഓടിക്കുന്ന സമയത്ത് പാട്ട് കേൾക്കുക, അല്ലെങ്കിൽ ഫോൺ എടുത്ത് സംസാരിക്കുക. ഇതൊക്കെ അപകടങ്ങൾക്ക് വഴി ഉണ്ടാക്കും. അതുപോലെ തന്നെ അവരെ വിചാരം അവരെന്തോ ഡ്രൈവറായി കഴിഞ്ഞു, എനിക്ക് വണ്ടി ഫ്ലൈറ്റ് ഓടിക്കുന്ന പോലെ ഓടിക്കാമെന്നാണ് ചില ആൾക്കാരുടെ വിചാരം. ഭയങ്കര സ്പീഡിൽ അവരങ്ങ് കത്തിക്കയറും. അതൊക്കെ അപകടങ്ങൾ ഉണ്ടാക്കാനുള്ള ഒരു ഇതാണ്. ഇവിടെ മിസ്റ്റേക്ക് ഡ്രൈവറുടെ ഭാഗത്തുണ്ട്, നല്ല പോലെ ഉണ്ട്. അതുപോലെ തന്നെ ഈ പറഞ്ഞ സ്കൂൾ അധികൃതരുടെ ഭാഗത്തുമുണ്ട്. ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട ആൾക്കാരാണ്. ഇതൊക്കെ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഒരു കുട്ടിയുടെ ജീവൻ നഷ്ടപ്പെടില്ലായിരുന്നു. നമ്മളിതിന് മുമ്പ് ഇപ്പോൾ ഒരു കുട്ടി സംസാരിച്ച് നമ്മൾ കേട്ടു. ആ കുട്ടി കറക്റ്റായിട്ട് പറയുന്നത് ഡ്രൈവർ സ്പീഡിലായിരുന്നു വണ്ടി ഓടിച്ചതെന്നുള്ളത്. നമുക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാം എത്രത്തോളം സ്പീഡിലാണ് ആ വാഹനം ഓടിച്ചിട്ടുള്ളത്. നമുക്ക് കണ്ടാൽ മനസ്സിലാക്കാം ആ വണ്ടിയുടെ വരവും അതും. ഞാൻ ഇതിന് മുമ്പത്തെ വീഡിയോയിലും പറഞ്ഞു, ഡ്രൈവർമാരുടെ ഒരു അശ്രദ്ധ മൂലം മെയിനായിട്ട് നമുക്കിതിൽ പറയാൻ പറ്റും വാഹന അപകടങ്ങൾ ഉണ്ടാവാനുള്ള കാരണം. അല്ലാതെ നമ്മൾ വണ്ടിയുടെ കുറ്റം ഉണ്ടാവാം, പക്ഷേ എല്ലാം വണ്ടിയുടെ കുറ്റം ആവണമെന്നില്ല കേട്ടോ. റോഡിൻ്റെ കുറ്റം പറയും. ഇത്രയും കാലം ആ റോട്ടിൽ കൂടെ അല്ലേ വണ്ടിയൊക്കെ പോയത്. അപ്പോൾ അത്ര അപകടം ഇല്ലാതെ ഉണ്ടായിട്ടില്ല. ഇപ്പം ഇങ്ങനെ അപകടം ഉണ്ടാവാനുള്ള കാരണം അപ്പോൾ ആ വണ്ടി ഓടിച്ച ആളുടെ മിസ്റ്റേക്കാണ് ഒരു 90%. അതുതന്നെ എനിക്കിത് പറയാൻ പറ്റും. വണ്ടി പെട്ടെന്ന് ബ്രേക്ക് കിട്ടാതിരിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇതിന് മുമ്പ് ചിലപ്പോൾ അങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് പറയാൻ പറ്റും വണ്ടിക്ക് ഇതിന് മുമ്പ് ഇങ്ങനെ ബ്രേക്ക് ഇഷ്യൂസ് ഉണ്ട് എന്നുള്ളതൊക്കെ. ഇത് പെട്ടെന്ന് വണ്ടി ബ്രേക്ക് കിട്ടിയില്ല, വണ്ടി സ്പീഡ് ഇതായിപ്പോയി, കയ്യിൽ നിന്ന് വിട്ടുപോയി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വിശ്വസിക്കാൻ പറ്റില്ല. സ്പീഡ് കൂടിയോണ്ട് നിന്ന് നടന്ന സംഭവമാണത്. അത് ആ വണ്ടിയുടെ വരവ് കണ്ട് നമുക്ക് മനസ്സിലാക്കാം എത്രത്തോളം സ്പീഡിലാണ് വണ്ടി വരുന്നത് എന്നുള്ളത്. ഓക്കെ, അങ്ങ് വന്ന് മറിഞ്ഞിരിക്കുക. അപ്പോൾ വണ്ടി മുമ്പേ സ്പീഡിലായിരുന്നു എന്നാണ് ആ കുട്ടി പറയുന്നത്. ആ കുട്ടി സാക്ഷിയാണ്. ഇതിന് കാര്യമായ ശിക്ഷ തന്നെ കൊടുക്കണം. ഏത് ഡ്രൈവറാണെങ്കിലും ഏത് ആരാണെങ്കിലും ഇതങ്ങനെ വെറുതെ ഇടാൻ പറ്റില്ല. ഇതിന് മുമ്പ് ഞാൻ ഇതേ കാര്യം റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു. നിങ്ങളന്ന് ശ്രദ്ധിച്ചോ എൻ്റെ വീഡിയോ എന്ന് അറിഞ്ഞൂടാ. ഞാൻ പറഞ്ഞ പോലെ തന്നെ സംഭവിക്കുകയാണ്. പറഞ്ഞ കാര്യങ്ങൾ തന്നെ കറക്റ്റ്. ആരുടെ ഭാഗത്തെ മിസ്റ്റേക്ക് നമ്മൾ ചിന്തിച്ചാൽ മനസ്സിലാക്കുക. ബോധമില്ലാത്ത ഡ്രൈവർമാരുടെ ഭാഗത്ത് തന്നെയാണ്. ഞാൻ ഇപ്പോഴും ആവർത്തിച്ച് പറയുകയാണ്. ഡ്രൈവർമാർ വെള്ളമടിക്കുന്നവർ, അതുപോലെ തന്നെ ഡ്രഗ്സ് യൂസ് ചെയ്യുന്നവർ, പിന്നെ ഇതുപോലെ ഫോൺ യൂസ് ചെയ്യുന്നവർ, അവരൊരു ചിന്തയാണ് അവരെന്തോ ആണെന്നുള്ളത്. ആ ചിന്തയിലാണ് വണ്ടി ഓടിക്കുമ്പോൾ. ബൈക്കാണെങ്കിലും കാറാണെങ്കിലും ബസ്സാണെങ്കിലും ലോറി ആണെങ്കിലും ഒരുപാട് ആൾക്കാരുടെ ജീവൻ കൊണ്ടാണ് നമ്മളെ കയ്യിൽ. ആ ബോധം നമ്മളെ മനസ്സിൽ വേണം. അതുപോലെ റോഡിൽ പോകുന്ന ആൾക്കാർ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾക്ക് മാത്രമുള്ളതല്ല റോഡ് എന്ന് പറയുന്നത്. നമ്മുടെ വണ്ടിക്ക് മാത്രമല്ല, അപ്പുറത്തെ വണ്ടികൾക്കും നടപ്പാത യൂസ് ചെയ്യുന്ന ആൾക്കാർക്കും ഒക്കെ ഉള്ളതാണ്. ആ ബോധത്തോടു കൂടി വേണം ഡ്രൈവർമാർ വണ്ടി ഓടിക്കാൻ. അല്ലെങ്കിൽ ഈ പണിക്ക് നിൽക്കരുതെന്നാണ് ഞാൻ പറയുന്നത്. വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പല ആൾക്കാരുടെ ജീവൻ നിങ്ങൾ കാരണം നഷ്ടപ്പെടുകയാണ്. പല ആൾക്കാർ, അതിപ്പോൾ ഇനി ഓട്ടോ ഡ്രൈവർ ആണെങ്കിലും ശരി, ആരാണെങ്കിലും. ഓട്ടോ ഡ്രൈവർമാർക്കൊന്നും ഒരു ബോധമില്ല. അവർ പെട്ടെന്ന് അങ്ങ് റിട്ടേൺ എടുക്കും. വേറെ വണ്ടി ബാക്കിലുണ്ടോയെന്ന് അവർക്ക് അറിയണ്ട. ഇടിച്ചാലെന്ത് പോയാലെന്ത് അല്ലേ. പക്ഷെ ഒരു ജീവൻ നിങ്ങൾ കാരണം നഷ്ടപ്പെടുകയാണ്. അത് ഓർക്കുക. ഒരു ജീവൻ തിരിച്ച് കിട്ടൂല. അതൊരിക്കലും പോയത് വീട്ടുകാർക്കാണ്.
നമുക്ക് നഷ്ടം വരണമെങ്കിൽ നമ്മുടെ സ്വന്തം ആരെങ്കിലും പോകണം, അപ്പോഴാണ് നമുക്ക് ബോധം വരിക. അപ്പോൾ അതുകൊണ്ട് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക, അപകടങ്ങൾ ഇല്ലാതിരിക്കാൻ മാക്സിമം നോക്കുക. അപ്പോൾ ഗൈസ് അടുത്ത വീഡിയോ കാണാം. ബൈ.